ഒരു തള്ള 10 മണിക്കൂർ ഒരു കമ്പേ കുഞ്ഞിടുന്നുണ്ട്. ഈ മിഞ്ഞാന്ന് വെള്ളത്തിൽ പോയിട്ട് ഒഴിച്ചു പോയിട്ട് ഇത്രയും വെള്ളത്തിൽ 10 മണിക്കൂർ ഒരു മരത്തുമ്മളെ പിടിച്ചു. ആ ഒരു 70 വയസ്സുള്ള തള്ള. അപ്പൊ അതൊക്കെ നാളെ അല്ലെങ്കിലോ ബലം കൊടുത്തു. നമുക്ക് 10 മണിക്കൂർ 10 മിനിറ്റ് കഴിക്കാൻ പേടിയാണ്. പാമ്പ് വരുമോ ചേമ്പ് വരുമോ? അതന്നെ മലമ്പാമ്പ് അടിച്ചു വരും. പിന്നെ ഇങ്ങനെ മലമ്പാമ്പ് വരുന്നത് ഏതായാലും വെള്ളം നല്ല കാര്യം. ഇതൊക്കെ ചെറിയ പുഴയല്ലേ. ഇപ്പൊ പോയ ചാലിയാറിലൊക്കെ പോയി ചാലിയാറ് പുനകളിൽ പോകണം കാണണമെങ്കിൽ ഇതൊക്കെ അങ്ങോട്ടല്ലേ ചെല്ലുക. ഈ ഉപ്പിൽപ്പുഴയിൽ പോയിട്ട് നിന്നാ അതൊക്കെ മൂടിയിട്ടുണ്ടോ? പിന്നെ ആ പാലമൊക്കെ മൂടിയിട്ടുണ്ടോ? ഉപ്പിൽപ്പുഴയല്ലേ പോയിട്ട് പുന്നപ്പുഴ എടക്കര പാലമൊക്കെ നിറയാനായിരുന്നു പറഞ്ഞു. അത് പറഞ്ഞാൽ നമ്മുടെ ഇറക്കാങ്ങാടി വെള്ളം കയറും. പകലായതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ കാണാം. രാത്രി എങ്ങാനും ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വന്നെങ്കിൽ രാത്രി ഇതാ വന്നത്. അത് അങ്ങ് വരെ കയറി. അതൊക്കെ മതി എന്തെങ്കിലും. പാലം എവിടെയാണെന്ന് പോലും അറിയില്ല. വരുന്നു ഇവിടെ തേങ്ങ ഇവിടേക്ക് നിൽക്കാം. അവിടെ നിന്നല്ല കിട്ടുള്ളൂ. അവിടെ നിന്നാ കിട്ടുമോ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിക്കില്ല. അടയ്ക്കുകയാണ്. വന്നു പോയില്ലേ?
മുറിച്ചിട്ടത്. എന്തോ ഇതൊക്കെ വെള്ളമാണ്. ഇവിടെ വരെ എത്തി. ഇത്ര ദൂരെ നിന്നാണ് പുഴയിൽ നിന്ന് വെള്ളം കയറുന്നത്. പറമ്പ് അങ്ങ് വരെ കയറി. പറമ്പിൻ്റെ ഉള്ളൊക്കെ വെള്ളത്തിലായി. റബ്ബർ തോട്ടത്തിലെല്ലാം വെള്ളം കയറിയിട്ട് കലക്ക വെള്ളമാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞങ്ങൾ നടക്കുന്ന നടപ്പാതേൻ്റെ ഇവിടം വരെ പുഴയിൽ നിന്ന് വെള്ളം കയറി. താഴത്തോട്ടാണ്. ഇതൊക്കെ നമ്മുടെ മെമ്പർ വെട്ടി കൊടുക്കേണ്ടതാ. ഒരു വശം ഇതൊക്കെ നമ്മുടെ മെമ്പർക്കുള്ളതാ. ആണോ? ഞങ്ങളുടെ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ, പുഴ മാറി ഒഴുകി പുഴേൻ്റെ അടുത്തുള്ള പറമ്പിലെല്ലാം കയറി നിർത്തി. ഞങ്ങൾ നടക്കുന്ന വഴികളിലൊക്കെ ഇതാ വെള്ളം. പാലം നിറഞ്ഞിട്ടില്ല, കര കവിഞ്ഞ് ഇപ്പുറത്തെ പറമ്പിലെല്ലാം കയറി. കിണറുകളൊക്കെ നിറഞ്ഞു. നടക്കുന്ന വഴിയാണിത്. മീൻ പിടിക്കാൻ പോകുന്ന നടക്കുന്ന വഴിയാണ്. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ. ഞങ്ങളൊക്കെ രാത്രിക്ക് ഇതിലും വെള്ളം ഉണ്ടായിരുന്നു, കുറഞ്ഞതാ. റബ്ബർ തോട്ടത്തിലെല്ലാം വെള്ളമായി. ഭാഗ്യത്തിന് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നുള്ളൂ. പുഴ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് രാത്രിക്ക് മലവെള്ളം വന്നിട്ട് അറിയാതെ നമ്മളുടെ ഉറക്കത്തിലൊക്കെ വെള്ളം വരുന്നത്. ഒരു കിണർ കുത്തിയത്, അതിനകത്തും വെള്ളം കയറിയിട്ട് കിണർ ഇടിഞ്ഞു. അതൊക്കെ നമ്മൾ നടക്കുന്ന വഴീൻ്റെ ആയിരിക്കില്ല. ഞങ്ങളുടെ കിണർ ഇതാ നിറഞ്ഞു, നിലനിരപ്പിൽ നിറഞ്ഞു.